നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എല്ലാ വിഷയത്തിലും ഇരട്ടത്താപ്പുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്ന് നമുക്കറിയാം. അദ്ദേഹം എടുക്കുന്ന പല നിലപാടുകളും ഇരട്ടത്താപ്പിൽ അവസാനിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ വിഷയത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലുമായി നിരവധി മേഖലകളിൽ കേരളം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ ഇപ്പോൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ചർച്ചയാവുകയാണ്. ഒരു വശത്ത് ഇസ്രായേലിനെ ലോകത്തെമ്മാടി എന്ന് വിളിക്കുക, എന്നാൽ നിരവധി പ്രോജക്റ്റുകളുടെ ഭാഗമായി ഇസ്രായേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുക. ഇത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 വോട്ടിന് വേണ്ടി ഏതു തരത്തിലുള്ള ഇരട്ടത്താപ്പ് കാണിക്കാനും മടിയില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കുന്ന പോലെ തന്നെയാണ് ഇരട്ടത്താപ്പുകളുടെ രാജകുമാരൻ എന്നപോലെ തന്നെ വിളിക്കേണ്ടിയും വരും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേലിനെ ലോകത്തെമ്മാടി എന്ന് വിളിക്കുമ്പോഴും വിദ്യാഭ്യാസ കാർഷിക മേഖലകളിലൊക്കെ ഇസ്രായേലിന്റെ സഹകരണം ഉറപ്പാക്കുന്നുണ്ട്. കേരള സർക്കാർ ഇസ്രായേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ P. രാജീവന്റെ ഭാര്യ ഡോക്ടർ വാണി കേസരിയെ അവിടുത്തെ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രായേലിലെ ഹൈഫ യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. 2023 ഇസ്രായേൽ എംബസി വഴി കാർഷിക മേഖലയിൽ നടത്തിയ സഹകരണ പ്രോജക്റ്റുകളാണ് കേരളവും ഇസ്രായേലും സഹകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളവും ഇസ്രായേലും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. ഈ പ്രോജക്റ്റുകൾക്ക് വേണ്ടി സംസ്ഥാന ബജറ്റിൽ നിന്ന് പ്രത്യേക നീക്കിവെപ്പുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ കാർഷിക സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇതേ വർഷം കർഷകരുടെ ഒരു ടീം ട്രെയിനിങ്ങിന് ഇസ്രായേലിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. 2017 പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തെ അതിനിശിതമായി വിമർശിച്ച മുഖ്യമന്ത്രി 2022 ഇസ്രായേൽ കൗൺസിൽ ജനറൽ ടാമി ബെൻ ഹൈമിനെ സ്വീകരിക്കുകയും ടൂറിസം മേഖലയിൽ അടക്കം സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2019 ടെലവീവിൽ നടന്ന ഇന്റർനാഷണൽ മെഡിറ്ററേനിയൻ ടൂറിസം മാർക്കറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്രായേലി വിപണിയിൽ കേരള ടൂറിസം ചരിത്രത്തിലാദ്യമായി പ്രവേശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. 2022 ഇസ്രായേൽ കൗൺസിൽ ജനറൽ ടാമി ബെൻ ഹൈമിനെ സ്വീകരിക്കുകയും ടൂറിസം മേഖലയിൽ അടക്കമുള്ള സഹകരണത്തിന്റെ സാധ്യതകൾ തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2019 ടെലവീവിൽ നടന്ന ഇന്റർനാഷണൽ മെഡിറ്ററേനിയൻ ടൂറിസം മാർക്കറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്രായേലി വിപണിയിൽ കേരള ടൂറിസം ചരിത്രത്തിലാദ്യമായി പ്രവേശിപ്പിക്കുകയും അതിന്റെ സാധ്യതകൾ ഇസ്രായേലി ടൂറിസം ഫോറങ്ങളിൽ നേരിട്ടുള്ള സർക്കാർ പ്രാതിനിധ്യം ഒക്കെ ഉറപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 2021 ഇസ്രായേലിലെ സാങ്കേതിക കമ്പനികൾക്ക് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങാൻ സർക്കാർ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അവരുടെ ഔദ്യോഗിക പങ്കാളിത്തവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള 5 സ്റ്റാർട്ടപ്പുകൾ ഇസ്രായേലി ഇന്നോവേഷൻ ഇക്കോസിസ്റ്റങ്ങളുമായി നേരിട്ട് സഹകരണത്തിൽ ഏർപ്പെട്ടു. സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ട ഈ സഹകരണങ്ങൾക്ക് പുറമെയാണ് ദേശീയ തലത്തിൽ മോദിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യ ഇസ്രായേൽ സഹകരണ പദ്ധതികളിലെ കേരളത്തിന്റെ പങ്കാളിത്തവും കൂടി വരുന്നു. ഒരു വശത്ത് ഇസ്രായേലിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും മറുവശത്ത് സഹകരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കേരള മുഖ്യമന്ത്രി പുലർത്തുന്നതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ ഈ വിഷയം സജീവമായി ചർച്ചയാവുകയാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇരട്ടത്താപ്പുകളുടെ രാജകുമാരനായ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിലും ഇസ്രായേലിന്റെ വിഷയത്തിലും ഇരട്ടത്താപ്പാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.